വ്യാപനത്തിന് 5 വർഷം പിന്നിടുമ്പോൾ ചൈനയിൽ മറ്റൊരു വൈറസ് അതിവേഗം പടരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോവിഡ് മഹാമാരിക്ക് ശേഷം വീണ്ടും രാജ്യത്തെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണ് പടർന്നു പിടിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും ചൈനീസ് സർക്കാരോ ലോകാരോഗ്യ സംഘടനയോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കുട്ടികളിലാണ് HMPV കേസുകൾ പടരുന്നതെന്നാണ് വിവരം. ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നതെന്നും വൈറസ് ബാധിച്ച് നിരവധി മരണങ്ങൾ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്? ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. 2001 ആദ്യമായി തിരിച്ചറിഞ്ഞ ഇത് ന്യൂമോ വിരിഡെ ഗണത്തിൽപ്പെട്ട വൈറസാണ്. ശ്വാസകോശ അണുബാധകൾക്ക് കാരണമാകുന്ന ഇത് ജലദോഷം അല്ലെങ്കിൽ പനി പോലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെയും ബാധിക്കുമെങ്കിലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ഇത് ഗുരുതരമാകാം. പ്രായമായവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരെയും ഇത് കൂടുതലായി ബാധിക്കാം. സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. കടുത്ത ചുമ, മൂക്കൊലിപ്പ്, അടഞ്ഞ മൂക്ക്, പനി, തൊണ്ടവേദന എന്നിവയാണ് സാധാരണ രോഗലക്ഷണങ്ങൾ. എന്നാൽ അസുഖം മൂർച്ഛിച്ചാൽ ശ്വാസമുട്ടലും ശ്വാസതടസ്സവും പോലുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാം. ചില സന്ദർഭങ്ങളിൽ അണുബാധ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ആസ്മ പോലുള്ള സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം.